ഒക്ടോബർ 2017 ഡിപ്ലോമ എക്സാമിനേഷന് ചോദിച്ച 6 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഡ്രോ 3 സ്റ്റെപ്പ് കോർ സെക്ഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. അതിൻ്റെ ഡയമീറ്റർ 330 mm ആണെന്ന് കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസറിലേക്ക് പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 330 mm ഡയമീറ്ററുള്ള ഒരു സർക്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നോടിയായി നിങ്ങൾ തന്ന ഡയമെൻഷനെ റേഷ്യോയിലേക്ക് മാറ്റേണ്ടതാണ്. എന്നിട്ടാണ് നമ്മൾ സർക്കിൾ വരയ്ക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അങ്ങനെ സർക്കിൾ വരച്ചതിന് ശേഷം സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഞാണ് വരയ്ക്കേണ്ടതാണ്. കാരണം ഇവിടെ 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, സ്റ്റെപ്പുകളുടെ ഡയമെൻഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡയമെൻഷനിൽ വരയ്ക്കേണ്ടതാണ്. അപ്പോൾ ആദ്യ വടി എന്ന് വെച്ച് ഇതുപോലെ സ്ക്രീനിൽ കാണുന്നത് പോലെ സർക്കിൾ വരച്ചതിന് ശേഷം ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതുപോലെ വരയ്ക്കേണ്ടതാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ രണ്ടാമത്തെ സ്റ്റെപ്പും ഇതുപോലെ വരയ്ക്കേണ്ടതാണ്. അതും നമുക്കിഷ്ടമുള്ള ഒരു ഡയമെൻഷനിൽ വരക്കാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ സ്റ്റെപ്പിൻ്റെ ഡയമെൻഷൻ കൃത്യമായി പറയാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലെ വരക്കാവുന്നതാണ്. അതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പും സ്ക്രീനിൽ കാണിച്ചതുപോലെ നമുക്ക് വരക്കാവുന്നതാണ്. അതിനും കൃത്യമായ ഡയമെൻഷനൊന്നും ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് നമുക്കിഷ്ടമുള്ള ഒരു ഡയമെൻഷനിൽ വരക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് സ്ക്രീനിൽ കാണിച്ചതുപോലെ താഴത്തെ സർക്കിളിൻ്റെ ഭാഗം മുട്ടുന്നത് വരെ ലെഫ്റ്റും റൈറ്റും ഇതുപോലെ ഡോട്ടഡ് ലൈന് നൽകേണ്ടതാണ്. നേരത്തെ ചെയ്തതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പും ഇതുപോലെ ലെഫ്റ്റും റൈറ്റും ഡോട്ടഡ് ലൈന് നൽകേണ്ടതാണ്. അതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പിനും ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നിവ ചെയ്തതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പിനും ലെഫ്റ്റ് ഭാഗവും റൈറ്റ് ഭാഗവും ഡോട്ടഡ് ലൈന് സ്ക്രീനിൽ കാണിച്ചതുപോലെ നൽകേണ്ടതാണ്. ഇനി സ്ക്രീനിൽ കാണിച്ചതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഡോട്ടഡ് ലൈന് ഒരു ലൈൻ സ്ക്രീനിൽ കാണിച്ചതുപോലെ വരയ്ക്കേണ്ടതാണ്. നേരത്തെ ഫസ്റ്റ് സ്റ്റെപ്പിന് ചെയ്തതുപോലെ ഇവിടെ വീണ്ടും ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ ഡോട്ടഡ് ലൈനിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ രണ്ട് ഭാഗവും ലെഫ്റ്റും റൈറ്റും ഒരു ലൈൻ സ്ക്രീനിൽ കാണിച്ചതുപോലെ വരയ്ക്കുക. നേരത്തെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിന് ചെയ്തതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിനും ഡോട്ടഡ് ലൈനിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു ലൈൻ വരയ്ക്കുക. അങ്ങനെ 3 സ്റ്റെപ്പിൻ്റെയും ഭാഗങ്ങൾ വരച്ചതിന് ശേഷം ചിത്രത്തിൽ കാണിച്ചതുപോലെ മുകളിലും താഴെയും സ്റ്റെപ്പിൻ്റെ ഭാഗങ്ങൾ മാത്രം ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഡാർക്കൺ ചെയ്യുക. അങ്ങനെ എല്ലാ ഔട്ടർ ലൈനുകളും ഡാർക്കൺ ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണിച്ചതുപോലെ ഷെയ്ഡൺ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഷെയ്ഡൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ പൂർത്തീകരിക്കുകയുള്ളൂ. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഷെയ്ഡൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ 6 മാർക്ക് ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നതാണ്.